പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സീരീസ് അതിൻ്റെ 8ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ മതം വളരെ സെൻസിബിളാണ്. മതത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരേത് മതത്തിൽപ്പെടുന്നവരാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പം ജനങ്ങൾക്കും ജീവിതത്തിനൊക്കെ മേലെ മതം വന്ന് നമ്മളെ കാർന്നു തിന്നുകയാണ്. ജീവിക്കാൻ അനുവദിക്കുകയും ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ക്രമം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അതുപോരാ, അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്ന് ശഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റൊരു വിഭാഗം ആൾക്കാർ. അവരുടെ ലക്ഷ്യം മതേതരമല്ല, അവരെ ഉദ്ദേശിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പോൾ അതിൽ എല്ലാ വിഭാഗക്കാർക്കും ഏറിയും കുറഞ്ഞുള്ള പങ്ക് അതിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ രാജ്യം നിലനിന്നാലേ ജീവിതം ഉള്ളൂ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. 142 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യം വിഘടിക്കാതെ ശക്തമായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും വരും തലമുറയ്ക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സത്യം നമ്മൾ മറക്കാൻ പാടില്ല. അത് മറന്നിട്ട് മരണാനന്തരം നമ്മൾ ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയോ തല്ലുകയോ നശിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. മതം സ്വാതന്ത്ര്യമായിക്കോട്ടെ, മതം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം. അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ജീവിതചര്യകളിൽ അതിനെ അനുവർത്തിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരും അതുപോലെ ആകണം എന്തിനാണ് ക്ഷണിക്കുന്നത്? അവരവർ ജീവിക്കുക, അവരവരുടെ വിശ്വാസം അനുസരിച്ച് മരണാനന്തര ചടങ്ങുകൾ നടത്തുക, വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലോ പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് അവരെത്തിച്ചേരുന്നിടത്ത് ചെല്ലുക. അതല്ലാണ്ട് മറ്റുള്ളവർ ഇങ്ങനെ തന്നെ ജീവിക്കണം, ഇങ്ങനെ പാടുള്ളൂ, അതെല്ലാം നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു ശാഠ്യം എന്ന് പറയുന്നത് തീവ്രവാദമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാകിസ്ഥാനിലെ ജനറൽ, അയാൾക്കിപ്പം നിലനിൽപ്പിന് ആവശ്യം എന്ന് പറയുന്നത് ഈ മതം കൂട്ടുപിടിച്ചാലേ അയാൾക്ക് നിലനിൽപ്പുള്ളൂ. അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ പരിങ്ങലിലാണ്. ചൈനയുടെയും മറ്റു സഹായത്തോടുകൂടിയാണ് അവർ നിലനിൽക്കുന്നത്. ഇന്ത്യയും ഏറെക്കുറെ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ബലൂചിസ്ഥാൻ നാഷണൽ ആർമി, ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ബലൂചിസ്ഥാൻകാരും പഞ്ചാബികളും ആയിട്ട് ഇവർ പൊരുത്തപ്പെട്ട് പോകുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും നശിപ്പിക്കുകയും ട്രെയിനിൽ ബോംബ് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസമാണെങ്കിൽ പോലും അവർക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തികമായിട്ട് തകരുന്നു, അഴിമതി, ഇതെല്ലാം കഴിയാണ്. കൂട്ടമായി തൂക്കിക്കൊന്നു, ഒരാളെ പ്ലെയിനിൽ വെച്ച് തകർത്ത് കളഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും ചത്തും നശിച്ച് ഒരു ജനത ഈ വിഭജിച്ച് പോയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ജനറൽ മുനീർ പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, അവർ പ്രത്യേക ആൾക്കാരാണ്, അവരുടെ സംസ്കാരം വേറെയാണ്, അവരുടെ വിശ്വാസം വേറെയാണ്, അവരുടെ ജീവിത രീതി, ഭക്ഷണക്രമം, ഭാഷ, ഇതൊക്കെ വ്യത്യാസമാണ്. അവർക്ക് ആരുമായിട്ട് കൂടിപ്പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കലാപം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം 78 വർഷങ്ങൾക്ക് ശേഷം 78 വർഷം മുമ്പ് നടന്ന വിഭജനത്തിൻ്റെ കാര്യം അവിടുത്തെ ജനങ്ങളെ ഓർപ്പിക്കേണ്ട യാതൊരു സംഗതിയില്ല ഇപ്പോൾ. അപ്പോൾ ആ ജനറലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അയാളുടെ നിലനിൽപ്പ്, അയാൾക്ക് ആ രാജ്യം പിടിച്ചു നിൽക്കണം. ബലൂചിസ്ഥാനും അല്ലെങ്കിൽ അവിടുത്തെ വിഘടന വാദമുണ്ട്. അവിടെ 2-3 പ്രദേശങ്ങളായിട്ടുള്ള പ്രോവിൻസിലെ ആളുകൾ പരസ്പരം തമ്മിലടിച്ചും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുകയാണ്. അപ്പോൾ അവിടെ നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് മതത്തെ കൂട്ടുപിടിച്ച് വെക്കൂ. അപ്പോൾ അടുത്തുള്ള ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആരും പറഞ്ഞു കേട്ടില്ല എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അല്ലാണ്ട് ഇയാൾക്ക് ഈ ജനറലിന് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന അവിടുത്തെ പാർലമെൻറ്റിൽ നടത്തേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ശുദ്ധാത്മാക്കളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെന്ന് വിചാരിക്കും, ഈ രാജ്യത്തെ ജനാധിപത്യം നമുക്ക് പോരാ, ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല, നമുക്ക് വേണ്ട ശരീഅത്ത് നിയമമാണ്, നമുക്ക് വേണ്ട ഖിലാഫത്താണ്, നമുക്ക് ഇസ്ലാമിനോടൊത്തേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവരങ്ങ് ചിന്തിച്ച് പോയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ ഒക്കുകയില്ല. കാരണം അതൊരു അടിസ്ഥാന മതചിന്തയായിട്ട് അവരുടെയൊക്കെ മനസ്സിൽ കൂടിയിരിക്കുകയാണ്. അവർ മാത്രമല്ല, എല്ലാ മതങ്ങളും ഏറെക്കുറെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവർ അക്രമാസക്തമാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതിനകത്തൊരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഈ പ്രസ്താവന കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ നമ്മുടെ ആ കാശ്മീരിൽ പുൽവാമയിൽ ആ പ്രദേശം കാണാനായിട്ട് പോയ വിനോദസഞ്ചാരികൾ ഏതാണ്ട് 26 പേരെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു വന്നു. നിങ്ങൾ ആലോചിച്ച് എത്ര നികൃഷ്ടവും നിന്ദ്യവും നീചവുമായ നിഷ്ഠൂരമായ ഒരു കൃത്യമാണ് അവിടെ നടന്നത്. അവരാരും അവിടെ യാത്രയ്ക്ക് പോയവരാരും പാകിസ്ഥാനോടുള്ള പാകിസ്ഥാനിലെ ജനങ്ങളോട് നമുക്ക് ആർക്കും എതിർപ്പില്ല. അവിടുന്ന് ഭക്ഷണസാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ഭക്ഷ്യസാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തൂടെ ഒഴുകുന്ന നദിയിലെ ജനങ്ങൾ അവർ അവിടുത്തെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരന്മാർ ഈ രാജ്യത്തേക്ക് കടന്ന് വന്ന് വിനോദസഞ്ചാരത്തിന് പോയ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊന്നത് എന്നുള്ളത് ഈ ജനറലിൻ്റെ
ആ പ്രസ്താവനയായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിനുള്ള തുടക്കം ഇടുക. അപ്പോൾ ഇങ്ങനെ ഭീകരന്മാർ മതം ചോദിച്ച് കൊന്നു, വിനോദസഞ്ചാരികളെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വൈകാരികമായ ക്ഷോഭം മറ്റുള്ളവരിലുണ്ടാകും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതേ ചൊല്ലി അവിടെ ഇവിടെയും തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാകും, കലാപം ഉണ്ടാകും. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കുകയാണ്, രാജ്യത്ത് കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ജനറൽ മുനീർ അങ്ങനെ പ്രസ്താവന ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ മാത്രം ഒരു ഇതായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, യുക്തിപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് അത് ഉദ്ദേശിച്ചത്. അതുപോലെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ച ആ സമരം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ മുക്തിവാഹിനി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സംഘടനയുടെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് ജോലിയിൽ ഒരു നിശ്ചിത ശതമാനം സംവരണം ചെയ്യണം എന്നൊരു നിയമമോടെ ഉണ്ടാക്കി. അതിനെതിരായിട്ട് ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരത് പിൻവലിക്കുകയും ചെയ്തു. ഒരു പിൻവലിച്ച നിയമത്തിനെതിരായിട്ട് സമരം നടന്നതായിട്ട് നമ്മൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി വാഹനങ്ങൾ കത്തിക്കുക, ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ വീടുകൾ കത്തിക്കുക, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, ഇങ്ങനെ ആ പ്രദേശത്ത് എത്രയോ ദിവസങ്ങൾ കലാപം ഉണ്ടായി. ആ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇവരെ അവിടുന്ന് ഓടിച്ചു വിട്ട് ഇപ്പോൾ അവിടെ ആ രാജ്യം ഒരു തകർച്ചയിൽ നിൽക്കുകയാണ്. ബംഗ്ലാദേശിലെ നമുക്കൊരു വലിയ പ്രശ്നം, ഈ രാജ്യം വിഭജിച്ചപ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ എന്നുള്ള വിഭജനം വന്നപ്പോൾ അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് കയറി ഇറങ്ങി കിടക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം അതൊരു ഹിന്ദുക്കളാണെങ്കിൽ, ഹിന്ദുക്കൾ ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ അതിന് വെസ്റ്റ് ബംഗാളിനോട് ചേർക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ അതിന് ഈസ്റ്റ് ബംഗാളിനോട് ചേർക്കും. അങ്ങനെ വളഞ്ഞും പൊളഞ്ഞുമായിട്ട് ഈ അതിർത്തി കിടക്കുന്നതുകൊണ്ട് ഏതാണ്ട് ബംഗ്ലാദേശും ബംഗാളുമായിട്ടും ആസാമുമായിട്ടൊക്കെ ഏതാണ്ട് 4500 കിലോമീറ്റർ നീട്ടുന്ന ഒരു അതിർത്തി പങ്കിടുന്ന ദേശങ്ങളാണിത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാരെ കാവൽ നിർത്താനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ട്. ബംഗ്ലാദേശിലെ ദാരിദ്ര്യവും ഇന്ത്യയിലെ താരതമ്യേന മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും കൊണ്ട് അവിടെ ധാരാളം പേര് ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലേക്കും ബംഗാളിലേക്കും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കുടിയേറി അവിടെയെല്ലാം താമസിച്ച് അവിടുത്തെ ആ ജനസംഖ്യയിൽ വലിയ വ്യത്യാസമുണ്ടായി നമ്മൾ കണ്ടു. അതുകൂടാതെ മ്യാൻമറിലൊരു പ്രശ്നമുണ്ടായി. മ്യാൻമറിലെ പ്രശ്നം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനൊന്ന് ഇതേ സമയത്ത് ഓർപ്പിക്കുകയാണ്. അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാം. മ്യാൻമറിലെ ബുദ്ധമത വിശ്വാസികളും ഇസ്ലാമിസ്റ്റുകളും കുറച്ച് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ഇസ്ലാമിക വിശ്വാസികൾക്ക് അമുസ്ലിങ്ങളോട് ചേർന്ന് ജീവിക്കാൻ പറ്റുകയില്ല. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവരുമായിട്ട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അവിടെ വിട്ട് ഓടിപ്പോകണം. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു മതത്തിലെ ചിന്തകൾ ഒരു ജനതയെയും ലോകത്തെ തന്നെയും അവിടുത്തെ ജീവിതക്രമങ്ങളെയും താറുമാറാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് വളരെ ഒരു സങ്കടപ്പെടുന്ന കാര്യമാണ്. മ്യാൻമാറിലെ പട്ടാളവുമായിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ ഏറ്റുമുട്ടി പട്ടാളം അവരെ തുരത്തി, ഒത്തിരിയേറെ വെടിവെച്ച് കൊന്നു, അവരുടെ മോസ്കുകൾ നശിപ്പിച്ചു. അവർ അഭയാർത്ഥികളായിട്ടാണ്ട് 10 ലക്ഷത്തോളം പേര് ബംഗ്ലാദേശിൽ വന്ന് അവിടെ തങ്ങുകയാണ്. അവിടുന്ന് കുറേ പേര് ഡൽഹിയിലും കേരളത്തിലും ഒക്കെ വന്ന് മ്യാൻമറുകാർ വന്ന് താമസിക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ മതത്തിൻ്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അഭയാർത്ഥികളായിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കി. ഇന്നിപ്പോൾ നമുക്ക് ഇവരെ തിരിച്ചയക്കാമെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഡൽഹിയിലൊക്കെ അവർ കൂട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനും ആ പ്രശ്നം ഉണ്ടായതുകൊണ്ട് 10 ലക്ഷത്തോളം പേര് അഭയാർത്ഥികൾ ഒരു അവിടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ബംഗ്ലാദേശാണ്. അപ്പോൾ അവിടെ തന്നെ മതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അടിപിടി കൂടുമ്പോൾ അടുത്ത രാജ്യത്തു നിന്ന് മതത്തിൻ്റെ പേരിൽ അടിപിടി കൂടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ അവിടെ വന്ന് താമസിക്കുന്നു. അപ്പോൾ അവർക്കവിടെ ജീവിക്കാനായിട്ട് വീർപ്പുമുട്ടി കഴിയുകയാണ്. അവർ അടുത്ത പ്രദേശങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് അവർ കടന്നുകൂടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യമാണ്. ഇതിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ആ രീതിയിലേ പ്രതികരിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് അതിനെ വികാരപരമായിട്ട് പ്രതികരിക്കാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ധാർമ്മികതയും പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കണം. ഇതിൻ്റെ തുടർച്ച അടുത്ത 9ാം എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.